ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമുക്ക് മാങ്ങാക്കാലൊക്കെ ആയല്ലോ, നല്ല മാങ്ങകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇത് നമുക്ക് മാങ്ങ വെച്ചിട്ട് ഒരു കുഞ്ഞി ഡെസേർട്ട് ഉണ്ടാക്കാം. അതായത് മാങ്ങ ഐസ്ക്രീം, മാംഗോ ഐസ്ക്രീം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയ മാങ്ങ എടുത്തത്, നല്ല മധുരമുള്ള മാങ്ങയാണ്. അത് ചെറിയ പീസാക്കി മുറിച്ചിട്ടുണ്ട്. ചെറിയൊരു ഐസ്ക്രീം ആയിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മാങ്ങ നമുക്ക് ആദ്യം വേണ്ടത് നന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരും. ഇപ്പം നമ്മളിത് ഈ മാംഗോ നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പേസ്റ്റ് ആക്കി അടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ മിൽക്ക് പൗഡറാണ്. അത് ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നത് കേട്ടോ. ഇതിന് നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ ഇവിടെ അത്ര മധുരം ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനൊരു കണക്കിന് ചേർക്കുന്നു എന്നുള്ളൂ, സാധാരണ പോലെ തന്നെ. നിങ്ങൾക്ക് മധുരം നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ ഫ്രഷ് ക്രീമാണ്. അതൊരു കപ്പ് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വിപ്പിംഗ് ക്രീം ആയാലും കുറച്ചും കൂടെ നന്നായി കിട്ടും. ഇവിടെ പിന്നെ ക്രീമിനോട് അങ്ങനെ വലിയൊരു താല്പര്യമില്ല. അപ്പോൾ എന്തായാലും ക്രീം ഇതിന് വേണമല്ലോ, ഐസ്ക്രീം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രഷ് ക്രീം ചേർക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് നന്നായി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. വളരെ ക്രീമി ടെക്സ്ചറിൽ കിട്ടണം. അങ്ങനെ അടിക്കണം. വല്ലാതെ ഹൈ സ്പീഡിൽ അടിക്കണ്ട കേട്ടോ. 1ൽ തന്നെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി, ചൂടാവേണ്ട അത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ക്രീമി ടെക്സ്ചറിൽ അത് വരണം. ഇത് നമുക്കിത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് മാറ്റിക്കഴിഞ്ഞ് നന്നായി കുറേ നേരം, ഒരു 5-6 മണിക്കൂറെങ്കിലും മിനിമം ഫ്രീസറിൽ വെക്കണം. നമുക്ക് എന്ത് വേണമെങ്കിലും വെച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്യാം. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ വെക്കുന്നതിന് മുന്നേ കുറച്ച് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അതായത് മാംഗോ പീസസ് വേണമെങ്കിൽ തന്നെ നമുക്കിതിന് റാൻഡമായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ക്രീം ഉണ്ടല്ലോ, ക്രീം നമുക്ക് വേണമെങ്കിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ട് അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കളർ ചേഞ്ചൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, സിമ്പിളായിട്ട് ചെയ്യുന്നത്. ഇതെല്ലാം അതിലേക്ക് ആക്കിയിട്ട് നമുക്കിനി ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായി തണുപ്പിക്കണം. അപ്പോൾ ഫ്രീസറിൽ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഐസിൻ്റെ വെള്ളമൊന്നും അതിലേക്ക് വീഴാതെ നോക്കണം. ഒന്നെങ്കിൽ നമുക്ക് സിൽവർ ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ക്ലിങ് ഫിലിം കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് എന്തായാലും ഇങ്ങനെ വെച്ചേക്കരുത്, നന്നായി കവർ ചെയ്ത് വേണം വെക്കാൻ. ആ തണുപ്പിൻ്റെ ഒരു വെള്ളവും ഇതിൻ്റെ വീഴാതെ ശ്രദ്ധിക്കണം. അപ്പം ഞാനത് നന്നായി ഇതിലേക്ക് ആക്കി ഒന്ന് സിൽവർ ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതേ നമ്മളെ മാംഗോ ഐസ്ക്രീമൊക്കെ കണ്ടോ, ഇപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഇതിൽ കിട്ടും. ഞാനിവിടെ കൊതിയന്മാരൊക്കെ ഇങ്ങനെ ഇതിനെ നോട്ടിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പറയുന്നതിന് മുന്നേ തന്നെ ഇത് തീർന്നു പോകുമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തത്. വളരെ ടേസ്റ്റി ആയ ഒരു ഐസ്ക്രീമാണ്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. എന്നാൽ ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാനും പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ, ഇക്കണോമിക്കലും ആണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഈ മാംഗോ ഐസ്ക്രീം. എന്നിട്ട് എങ്ങനെയുണ്ടായെന്നൊന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ. ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ, ബൈ.